പെറുവിലെ ലുറിൻ രൂപതയിലെ ദരിദ്രാവസ്ഥയിൽ കഴിയുന്നവരെ സേവിക്കാനായി നിയോഗിക്കപ്പെട്ട ഫാദർ ക്രിസ്ത്യൻ അരാൻഡയുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വൈദികന്റെ ഹൃദയത്തെ ബാധിച്ച രോഗം മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഹൃദയം മാറ്റിവെക്കൽ മാത്രമേ ഇനി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു മാർഗം. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ എന്ന് വൈദികന്റെ സഹോദരനായ ഡാനിയൽ അരാൻഡ പറഞ്ഞു. ലിമയിലെ കൂടുതൽ ദരിദ്രരുള്ള സാൻ ജുവാൻ ഡി മിറാഫ്ലോറസ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഡിവിനോ മാസ്ട്രോ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഫാദർ ക്രിസ്ത്യൻ. അതോടൊപ്പം ഹോളി ഫാമിലി അലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ആത്മീയ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ആശുപത്രികളിൽ രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗീലേപനം നൽകുന്നതിലും ഈ വൈദികൻ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. 2000 മുതൽ ടെക്സാസിലെ ഹൂസ്റ്റണിലുള്ള ബെയ്ലർ സെൻറ്റ് ലൂക്സ് മെഡിക്കൽ സെൻ്ററിലെ പ്രശസ്ത വിദഗ്ധർ നടത്തിയ ഹാർട്ട് വാൽവ് മാറ്റിസ്ഥാപിക്കൽ ഉൾപ്പെടെ 4 പ്രധാന ശസ്ത്രക്രിയകൾക്ക് ഫാദർ ക്രിസ്ത്യൻ വിധേയനായി. തുടർന്നുള്ള വർഷങ്ങളിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയപ്പോഴും പ്രാർത്ഥനയിൽ ആശ്രയം കണ്ടെത്തി പ്രത്യാശയോടെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. എന്നാൽ 2024 ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ നില വഷളാവുകയായിരുന്നു. ഹൃദയം മാറ്റിവെക്കലല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ഈയൊരവസരത്തിൽ ആളുകളുടെ പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. പെറുവിലെ കത്തോലിക്ക സഭയുടെയും വത്തിക്കാൻ്റെയും പ്രത്യേക ശ്രദ്ധ ഈ വിഷയത്തിൽ അനിവാര്യമാണെന്നും വൈദികന്റെ സഹോദരൻ ഡാനിയൽ പറഞ്ഞു. ട്രാൻസ്പ്ലാന്റിന് $3 ദശലക്ഷം ചെലവ് വരുമെന്നും ഡാനിയൽ പറയുന്നു.